നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ സീനിയർ സിറ്റിസൺ അല്ലേ. നമ്മൾ പറയും പെൺകുട്ടികളാണ്, അവരാണ്, ഇവരാണ്, സ്ത്രീകളാണെന്നൊക്കെ പറയുമെങ്കിലും ഒത്തിരി സീനിയർ സിറ്റിസൺ വീടുകളുടെ നാല് മൂലയിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു. ഒറ്റപ്പെട്ടവരും, ഭർത്താവ് മരിച്ചു പോയവരും, ഭാര്യ മരിച്ചു പോയവരും, അതല്ല മക്കളെല്ലാം ഉണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട്, എങ്കിലും മക്കളെല്ലാം വിദേശത്തും അവിടെയൊക്കെ ആയിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി സീനിയർ സിറ്റിസൺസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല അവരുടെ അവസ്ഥ എന്താണെന്ന്. കാരണം ഒരു പ്രായം കഴിയുമ്പം അവരും ഒരു കുഞ്ഞുമക്കളെ പോലെ ആയി മാറുകയാണ് ചെയ്യണേ. പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, മറ്റുള്ള അയൽവക്കക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അയൽവക്കക്കാരും പറയാൻ തുടങ്ങും അവരുടെ മക്കൾക്ക് വന്ന് നോക്കിയാൽ അവർക്ക് പൈസ ഇല്ലായിട്ടാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്കും വരും. പക്ഷേ സ്വന്തക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ചില മക്കൾ വിദേശത്തിന് പോകും. ആ സ്വന്തക്കാർ വന്ന് നോക്കാത്തവരും ഉണ്ട്. അതായത് സഹോദരിയുടെ മക്കളെയോ അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കളെയോ ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടും അവരും നോക്കാതെ വന്ന് ഇവർ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് മരുന്ന് കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാതെ, ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്കപ്പിന് കൃത്യസമയത്ത് പോകാൻ പറ്റാതെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒത്തിരി മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. ഇപ്പോൾ കൂടുതലാണ് താനും. കാരണം ഒട്ടുമിക്ക വീടുകളിലെയും മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ വിദേശത്ത് മക്കളുള്ളവർക്ക് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ വിചാരം എന്താ, നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാൽഭാഗം പോലും ജീവിച്ചിട്ട് കാണില്ല. ഒരു 10% മാത്രം ജീവിച്ചിട്ട് ബാക്കി മുഴുവൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, ലോൺ ഉണ്ടാക്കുന്നു, അത് അടയ്ക്കുന്നു. എല്ലാ കാര്യവും മക്കൾക്ക് വേണ്ടി നമ്മൾ ഓടി നടന്ന് ചെയ്തു അല്ലേ. അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഈ മക്കളെ പഠിപ്പിച്ച് പറക്കമുറ്റാറാകുമ്പോൾ അവരേതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുന്നു, ജോലി അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ പിന്നെ അവർക്കൊരു ബാധ്യതയാണ് ഈ മാതാപിതാക്കൾ, മിക്ക മക്കളും. പിന്നെ ഒരു കാര്യം കൊണ്ടിട്ട് ഇതെല്ലാ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളും ഉണ്ട്. അതവരുടെ കർമ്മഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് മക്കളെ തിരിഞ്ഞു നോക്കാത്ത, മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് അവരും നോക്കാത്ത ഒത്തിരി മാതാപിതാക്കൾ കിടപ്പുണ്ട്. അത് വേറൊരു കഥയായിട്ട് കിടക്കുന്നു അല്ലേ. അപ്പം ഇങ്ങനെ ഈ കിടക്കുന്ന മാതാപിതാക്കൾ അവരുടെ നല്ല പ്രായം മുഴുവൻ കഴിഞ്ഞുപോയി. അവർക്ക് ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോയി, മരുന്നിലേക്ക് ആശ്രയിക്കേണ്ടി വന്നു. നല്ല പ്രായത്തിൽ നന്നായിട്ട് ജീവിച്ചില്ല, അതും മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് വെച്ചപ്പോഴത്തേനും ശാരീരിക ക്ഷീണങ്ങളെല്ലാം വന്നുപോയി. വാദം, പിത്തം, കഫം എന്ന് വേണ്ട, അത് അങ്ങനെ വന്നു. പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് അസുഖം, അത് അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല ഇവർക്ക്. BP ആയി, ഇതായി. ഓർമ്മക്കുറവുകളാണ് ഒത്തിരി പേർക്കുള്ളത്, അതും അങ്ങനെ വന്നു. ഇവരിങ്ങനെ ഈ വീടുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയാൽ അവരോടൊന്ന് സംസാരിച്ച് നോക്കി അവർ നമ്മളെ വിടില്ല. കാരണം ഒത്തിരി നാളായിന്നേ മറ്റുള്ളവർ സംസാരിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഭക്ഷണം വെച്ചാലായി, വെച്ചില്ലേലായി, ഇങ്ങനെ ജീവിക്കുന്ന എൻ്റെ ചുറ്റുവട്ടത്തും കൊണ്ട് എനിക്കറിയാവുന്നവരുടെ ഇടയിലും ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ മാതാപിതാക്കളെ ഇപ്പം റിവേഴ്സ് മോർട്ടേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തോ റിവേഴ്സ് മോർട്ടേജ് എന്നാണ് തോന്നുന്നു ഉച്ചരിക്കുന്നത്. അങ്ങനെയൊക്കെ ബാങ്കുകളിൽ നിന്ന് പണം മക്കൾ നോക്കിയില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ, അവർ സ്വന്തം ഉണ്ടാക്കിയ സ്വത്തുക്കളാണെങ്കിൽ അത് ബാങ്കിൽ ഈടുവെച്ചിട്ട് പൈസ കിട്ടി മാസങ്ങളോളം ചെലവിന് കഴിയാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ മാതാപിതാക്കളുടെ കൃത്യമായിട്ടൊരു നിശ്ചിത തുക ബാങ്കുകളിൽ നിന്ന് ഇവരുടെ കൈ കിട്ടും. ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാം. മക്കൾ നോക്കിയില്ലേ, കുറേ കഴിയുമ്പം നോമിനി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഇവരുടെ കാലശേഷം, അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും കാലശേഷം മക്കൾക്ക് തിരിച്ചു ചെല്ലും. മക്കൾക്ക് ഈ മാതാപിതാക്കൾ എടുത്ത തുക അതിൻ്റെ ഏതാണ്ട് ഒരു പലിശ കൂടെ ഉണ്ടാകും, കൂടെ അടച്ചു കഴിയുമ്പം ഈ മക്കൾക്ക് സ്വന്തമാക്കാം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ബാങ്കുകാരെടുക്കും, ബാക്കി തുക ഈ കുടുംബത്തിന് തിരിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ പോകുന്നേക്കാളും നല്ലതല്ലേ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് നോക്കുന്നത് ഇല്ലേ. അതിന് നോക്കാൻ ഒരാളെ കൃത്യമായിട്ട് വെക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ആളെ വെക്കുമ്പോഴും അത് സൂക്ഷിക്കണം. മാതാപിതാക്കളെ നോക്കുന്നവരായിരിക്കണം. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തവരെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ്. കാരണം ഒത്തിരി പേരുണ്ട് മാതാപിതാക്കളെ നോക്കാതെ പൈസ പറ്റിക്കൊണ്ട് പോകുന്നവരും ഉണ്ട്. നോക്കിയേക്കാം എന്ന് പറയും. അതും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എപ്പോഴും മാതാപിതാക്കളെ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ എവിടെ പോയാലും നമ്മുടെ അച്ഛനും അമ്മയും കൊണ്ടുപോകാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. പിന്നെ ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. കാരണം അവർക്ക് ആരോടും പറയാനില്ല, സംസാരിക്കാനില്ലാതെ വരുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ദുഃഖമാണത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു കോൺഫിഡൻസ് കൊള്ളാം, നമ്മുടെ കൂടെ ആളുണ്ടല്ലോ എന്ന്. ഇപ്പോൾ കിടപ്പ് രോഗിയായ ഒരു അച്ഛൻ തന്നെ കൂടെ ഉണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമാണ്, അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്.
ഇല്ലേ? എനിക്കറിയാം, എൻ്റെ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഹസ്ബൻഡ് തളർന്നു കിടക്കുമായിരുന്നു, എണീക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഭയങ്കര ധൈര്യമായിരുന്നു ആ ചേട്ടൻ കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ ചേച്ചിനെ അവർ വിദേശത്തിന് കൊണ്ടുപോയെങ്കിലും അപ്പം അങ്ങനെ ഒരു ധൈര്യമാണ്. അത് ഇല്ലാതെയായി കഴിയുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. അതൊരു മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ മക്കളൊന്ന് വിചാരിക്കണം, ഈ നമ്മളെ വളർത്തി ഇത്രയാക്കിയ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളല്ലാതെ അവർക്ക് വേറെ ആരുമില്ല എന്ന്, അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അനുഭവിക്കാൻ നമ്മളാണ് എന്നുള്ള ഒരു ചിന്താഗതി മക്കൾക്കും ഉണ്ടായിരിക്കണം, ഇല്ലേ? ഇനി മക്കൾ നോക്കില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ സ്വത്തുക്കൾ എല്ലാം നമ്മളെ നോക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ സ്വത്ത് എഴുതി വയ്ക്കുമ്പോൾ അത് നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക് എഴുതുകയാണെങ്കിൽ അവർ നമ്മുടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം നമ്മുടെ കാലശേഷം നമ്മുടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് തരണമെന്ന് നമ്മുടെ കാലശേഷം നമ്മളെ നോക്കുന്ന ആർക്കാണോ അവർക്ക് ചെല്ലാൻ പാകത്തിൽ എഴുതി വയ്ക്കണം. അതായത് നമ്മുടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, നമ്മുടെ മരുന്നുകൾ ഇതെല്ലാം നമ്മുടെ ജീവിക്കുന്ന അത്രയും കാലം നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യം തരണം. നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം തരണം. അതിനുശേഷം മാത്രമേ നമ്മുടെ മക്കൾക്ക് പോകുന്ന രീതിയിൽ സ്വത്തുക്കൾ എഴുതി വയ്ക്കാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ എൻ്റെ സ്വത്തുക്കളെല്ലാം ഇന്നവർക്കെന്നും വെച്ച് ഭാഗം ചെയ്തു കൊടുത്തിട്ട് ഒന്നുമില്ലാതിരുന്നിട്ടുണ്ട് ഒരു മക്കളും നോക്കിയില്ല. അപൂർവം മക്കൾ നോക്കും കേട്ടോ. എല്ലാ മക്കളെ അല്ലാന്ന് ഞാൻ പറഞ്ഞു. ചില മക്കൾ ഒരു സ്വത്തുമില്ലെങ്കിലും കാരണവന്മാരെ നോക്കുന്ന മക്കളും ഉണ്ട്. അത് അങ്ങനെയുള്ള പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു നോഡൽ ഓഫീസറുണ്ട്, ഇങ്ങനെ ഇങ്ങനെ വാർദ്ധക്യമായ ഒരു മാതാപിതാക്കളെ നോക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്. അവർ വന്ന് അന്വേഷിച്ച് മക്കളുടെ പേര് നടപടിയെടുക്കും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടേണ്ട RDOയുടെ അടുത്താണെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞ ശേഷം കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ RDOയ്ക്ക് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ ഈ സ്വത്തുക്കൾ അനുഭവിക്കുകയാണെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കാനും മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകാനും RDOയ്ക്ക് അവകാശം ഉണ്ട്. അത് RDO ഒരു നിയമം ഉണ്ട് എന്നാണ്, ട്രൈബ്യൂണൽ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ അങ്ങനെ ഒരു നിയമവശമുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം മക്കൾ തന്നെയാണ്. അപ്പം മക്കൾ കേസിനും ബുക്കേറിനും പോകണമെന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല, അല്ലേ? മാതാപിതാക്കൾ മക്കളെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ട്. ഈ സ്വത്തുക്കൾ പേരിൽ അച്ഛനും മക്കളും കൂടെ, അമ്മയും മക്കളും കൂടെ ഒക്കെ അടി കൂടേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ മാതാപിതാക്കളെ നോക്കുക, അതാണ് വേണ്ടത്. കാരണം അടുത്ത തലമുറ കണ്ടാണ് വളരുന്നത്. അതും ഇങ്ങനെ തുടർച്ചയായിട്ടൊരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം എൻ്റെ അച്ഛനെ നോക്കിയില്ലെങ്കിൽ മകൻ്റെ മകൻ നോക്കില്ലാത്ത അവസ്ഥയിലേക്ക് വരും. മകൻ്റെ മകൻ നോക്കിയില്ലെങ്കിൽ അവൻ്റെ മകൻ അതുപോലെ. അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ പരമാവധി നമുക്കുള്ള പോലെ എന്ന് വെച്ച് വലിയ ലക്ഷറി ലൈഫിൽ അച്ഛനെയും അമ്മേനെ നോക്കണം എന്നല്ല പറയണത്. നമുക്കുള്ളതുപോലെ മക്കളെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ. മക്കളിപ്പം വീട്ടിൽ ചോറും കഞ്ഞിയും മുളക് പൊട്ടിച്ച കഴിക്കണം, അത് മതി അച്ഛനും അമ്മയ്ക്കും, അത് കൊടുക്കണം. അതല്ലാണ്ട് മക്കൾ വലിയ ലക്ഷറി ലൈഫിൽ ജീവിക്കുകയും അച്ഛനെയും അമ്മനെ പട്ടിണിക്കിടുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഇവർക്ക് വേണ്ടിയിട്ടും അവർ പോലും കഴിക്കാതെ മക്കളെ വളർത്തിയ കാരണവന്മാരായിരിക്കും അധികം ഉള്ളത്, ഇല്ലേ? സോറി. അപ്പം അങ്ങനെയാണ്. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഈ വയോജനങ്ങളുടെ ഒരു ഇതിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വൃദ്ധസദനത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് പോകാനിട വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആൻറ്റി അവിടെ കിടന്നപ്പോൾ ഞങ്ങൾ പോയതാണ്. നമുക്ക് സങ്കടം തോന്നും. മക്കൾ വിളിക്കുന്ന ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്നത്. അവരെന്നിട്ട് ഈ സിസ്റ്റർമാരെ നടത്തുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അവർ സിസ്റ്റർമാരോട് ചോദിക്കുക, വിളിച്ചായിരുന്നോ, മോൻ വിളിച്ചായിരുന്നോ, ഇന്ന് വിളിക്കുമോ, ഇന്നലെ എന്നാ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുന്നവർ. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അവരവിടെ കിടന്നിട്ട് ചിലർ വലിയ സന്തോഷത്തോടെ വന്ന് കിടക്കുന്നവരുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അവരവരുടെ ജോലിക്ക് പൊക്കോളൂ, ഞങ്ങളെ ഓർത്ത് അവർക്കൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ എന്നോർത്ത് വന്ന് താമസിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതല്ലാതെ മക്കൾ തിരിഞ്ഞു നോക്കാതെ വന്ന് കിടക്കുന്ന പാവങ്ങളായിട്ടുള്ള മാതാപിതാക്കളും അവിടെയുണ്ട്. അപ്പം അവരുടെ ചോദ്യങ്ങളാണ്, മക്കൾ വിളിച്ചോ, ഇന്ന് വിളിക്കേണ്ട ദിവസമല്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ.
അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, എന്തെന്തൊക്കെ വെച്ചിരുന്ന മുത്തച്ഛനക്ക് വെച്ചിരുന്ന ചട്ടി എന്തെന്തൊക്കെയും വെച്ചിട്ടുണ്ട് എന്ന് പണ്ട് കൊച്ചു പറഞ്ഞതുപോലെ. അതെന്നാണെന്നറിയാവോ, മുത്തച്ഛന് ഒരു ചട്ടിക്കകത്തായിരുന്നു ചോറ് കഞ്ഞി കൊടുത്തോണ്ടിരുന്നത്, കഞ്ഞിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പം ആ ചട്ടി മുത്തച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞപ്പം ഇവരെടുത്ത് കളഞ്ഞു, പുറത്തേക്ക് എടുത്ത് കളഞ്ഞു. അപ്പോൾ കൊച്ചത് കഴുകി പെറുക്കി എടുത്ത് അലമാരി കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്മ ഇങ്ങനെ എല്ലാം അടുക്കി പെറുക്കി വന്നു കഴിഞ്ഞപ്പോൾ അലമാരിക്കകത്ത് ഈ ചട്ടി ഇരിക്കുന്നു. അപ്പം ഇതെന്തിനാണ് ഇത് സൂക്ഷിച്ചു വെച്ച്, ഇത് കളഞ്ഞല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കുട്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്, മുത്തച്ഛന് വെച്ച ചട്ടി എന്തെന്തൊക്കെയും വെച്ചിട്ടുണ്ട് എന്ന്. അത് തന്നെയാണ് സത്യം. അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്, ഇല്ലേ? നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും ഈ പ്രപഞ്ചം തന്നെ കാണുന്നുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി. ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്തകളിലാണെങ്കിലും നെയ്യാറ്റിൻകര മോഡൽ ഒരു വാർത്തയായിട്ടിരിക്കുക, അല്ലേ? ഇനിയിപ്പോൾ കുറേ ഇങ്ങനത്തെ മോഡലുകളുണ്ടാകും. സമാധിയായി എന്ന് പറയും. ഇങ്ങനെയുള്ള ഈ വിദ്യാഭ്യാസമുള്ള ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പ്രായമായവരെ ഇവർ ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസം എങ്ങനെയാണ്? അതിനെ പിന്താങ്ങുന്ന കുറേ പാർട്ടിക്കാരും സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നുന്നു. പ്രതികരിക്കണ്ട, പറയണ്ടെന്നോർത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് പിന്നെയും ആവർത്തിക്കപ്പെടുകയല്ലേ ചെയ്യണേ. നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും ആരും കേൾക്കാനൊന്നും പോകുന്നില്ല. എങ്കിലും ഇതൊക്കെ ഒരു നാണക്കേടാണ്. ഒരു സമുദായത്തിൽ ഇങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല, അത് വിചാരിക്കണം. ഒരു ഹിന്ദു സമുദായത്തിലും ഒന്നും ഇങ്ങനെ സമാധി എന്ന് പറയുന്നത് ഞാൻ ആകെ കേട്ടേക്കണ ശ്രീനാരായണ ഗുരു സമാധി, ചട്ടമ്പി സ്വാമികളുടെ സമാധി, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ സമാധി കേട്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എങ്ങനെയാണ് സമാധിയായെന്നോ, അങ്ങനെ വലിയ സ്വാമിമാരൊക്കെ അങ്ങനെ സമാധിയാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണെന്നൊന്നും നമ്മൾ അതിനെക്കുറിച്ച്. പക്ഷേ നമ്മുടെ ഈ സാധാരണ ഒരു കുടുംബജീവിതത്തിൽ ഒരാൾ സമാധിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതാണ് വലിയ സംഭവം എന്ന് ഈ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യയുണ്ട്, അറിവുള്ളവരാണ്, വിവരമുള്ളവരാണെന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതുപോലെ വിവരദോഷം കാണിച്ചുകൊണ്ട് നടക്കുമ്പം ശരിക്കും പറഞ്ഞ ഒരു നാണക്കേട്. അത് ഓരോ മലയാളിക്കും നാണക്കേടാണ് എനിക്ക് തോന്നുന്നത്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നവർ അതൊക്കെ അന്വേഷിച്ച് അയാളിനെ അതിനകത്ത് ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന കല്ലറ തുറന്നു നോക്കിയാലല്ലായിരുന്നു അറിയാവുള്ളൂ. അതല്ല, അവരെല്ലാം പിടിച്ച് ജയിലിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവച്ചിട്ട് അത് തുറന്നു നോക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും കൂടെ ഇല്ലേ? അല്ലാണ്ട് വർഗീയത ഉണ്ടാകും, കലാപം ഉണ്ടാകും, ഓരോരോ മതത്തിൻ്റെ പേരിലേക്ക് കെട്ടിവെക്കാനൊക്കെ അതൊക്കെ ഒരു മഹാമോശമാണ്. നമ്മൾ സഹോദരങ്ങളായിട്ട് നമ്മുടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനെ എല്ലാം ഒറ്റയായിട്ട് കാണാൻ ശ്രമിക്കേണ്ട ഒരു ഇതാണ്. അല്ലാണ്ട് ഇങ്ങനത്തെയുള്ള വർഗീയത ഇളക്കി വിടാനൊന്നും ആരും ശ്രമിക്കുന്നത് ശരിയല്ല. അതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് വേണം. അതും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അല്ലാണ്ട് നമ്മളാരുമല്ല, ജനിച്ച മക്കളൊന്നുമല്ല ഒരു വർഗീയത ഉണ്ടാക്കി വെച്ച ഈ തലമുറയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണം ഈ വർഗീയതയൊക്കെ, ഇല്ലേ? മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ ജാതി തിരിച്ചുണ്ടാക്കി വെച്ചത് ഓരോരോ തലമുറകളാണ്. ശ്രീനാരായണ ഗുരുവൊക്കെ അതില്ലാതെയാക്കാൻ ശ്രമിച്ച വ്യക്തികളാണ്. ഇതിപ്പോൾ ആരാ ഇങ്ങനെ ആക്കി വെച്ചതെന്ന് എന്നിട്ട് ഭയങ്കരമായ വർഗീയത വിഷം തുപ്പുകയാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തുമാകട്ടെ, അവരെ സമാധിയാക്കിയില്ലയോ എന്തു ആകട്ടെ, പക്ഷേ അതിനകത്തേക്ക് വർഗീയത കൊണ്ടിട്ട് ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊന്ന് ഒരു പ്രളയമോ ഒരു ഭൂകമ്പമോ ഒരു ഭൂമികുലുക്കോ വരുമ്പം ഈ വർഗീയത ഉണ്ടോ? എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഏത് നമ്പൂരിയും ഏത് പുലേൻ്റെ കൂടെയും ഒക്കെ എങ്ങനെ രക്ഷപ്പെടാനും ചാടി കൂടി കയറി പോകുന്ന സമയങ്ങളാണുള്ളത്, അല്ലേ? അത് ഒന്നോർത്ത് അവിടെ വർഗീയതയോ തൊഴിലായിക തീണ്ടില്ലായിക എന്നും പറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടോ? ഇതൊന്നും പറയിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ തന്നെയാണ് ഈ വിഷം കുത്തിവയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് ചിലർ തച്ചിന് നടന്നിട്ട് ഇങ്ങനെ വിഷം കുത്തിവെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. ഇങ്ങനെ ഓരോ സമാധികൾ ഇനിയും എത്രയോ പ്രായമായവരിപ്പുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ എത്രയോ കുരുതി നടത്തി ഒരു 2 ലോട്ടറി വിൽക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടുപോയി അവരെ പച്ചയ്ക്ക് അവരുടെ ശരീരാവയവങ്ങളൊക്കെ കണ്ടിച്ചെടുത്തിട്ട് ഒരുത്തൻ വേഷം കെട്ടണ കണ്ടില്ലേ? അത് കുറേ കാലത്തേന് അങ്ങനെയുള്ളായിരുന്നു. ഈ കേരളം എന്ന് പറയുന്ന ആകെ കുറച്ച് ജനസംഖ്യയുള്ള കുറച്ച് കുഞ്ഞൊരു സംസ്ഥാനമാണ്. എന്നിട്ട് ഇവിടെ കിടന്നാണ് ഈ വേഷം കെട്ട് മുഴുവൻ. ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആളില്ലേ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇല്ലേ? എന്തോരം ആൾക്കാരെ നരബലി, ഗുരുതിയല്ല നരബലി, ഇങ്ങനെയൊക്കെ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. നാണമാകും സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
വെളിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിവില്ല, വിദ്യാഭ്യാസവും ഇല്ല, എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാം, മറ്റുള്ളവർ സംസാരിക്കുന്നത് എങ്ങനെ, മറ്റുള്ളവരോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടതെന്ന് അറിയാൻ മേല, കുടുംബത്തിൽ പെരുമാറേണ്ട അറിയാൻ മേല, പ്രായമായവരോട് പെരുമാറേണ്ട അറിയാൻ മേല, മക്കളെ എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് അറിയാൻ മേല, ആ സമൂഹത്തിന് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാൻ മേല, ഒന്നും അറിയാൻ മേല. എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ പുറകെ ഓടി കുറേ വിപ്ലവം സൃഷ്ടിച്ചിങ്ങനെ നടക്കുന്ന കുറേ ജനങ്ങൾ ഇല്ലേ. കുറച്ച് നല്ല മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, മനുഷ്യനോട് ഒരു പാമ്പിൻ്റെ, ഒരു ജന്തുവിൻ്റെ വില പോലും മനുഷ്യൻ്റെ ജീവന് കൊടുക്കണില്ല. അത് മക്കളാണെങ്കിൽ പോലും, മരുമക്കളാണെങ്കിൽ പോലും, അമ്മായിയമ്മയാണെങ്കിൽ പോലും, സമൂഹമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ ചുമ്മാ പാമ്പിനെ തല്ലി കൊല്ലും പോലെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തി മാറി നിൽക്കുകയാണ്. ഒരു വെളിവില്ലാത്ത ഒരു ജനസമൂഹമാണ് നമ്മുടെ ഇവിടെയുള്ളത്. നമ്മൾ പല മോഡൽ കണ്ട്, മാർക്കോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ കൊല്ലും കൊലയും തന്നെയുള്ളൂ. അതുപോലെയൊക്കെ മോഡലുകളെ, ദൃശ്യ മോഡൽ, എന്തോരം എന്ത് കണ്ടാലും പിന്നെ അതിനെയൊക്കെ അങ്ങോട്ട് ജനങ്ങൾ, നല്ല കാര്യങ്ങൾ ജനങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും കുനിഷ്ടുകളൊക്കെ വന്നാണ്ടല്ലോ, അതെല്ലാം ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കും. പിന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളിത് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണെന്ന്. നല്ല ഒരു കാര്യങ്ങൾ സമൂഹത്തിൽ വന്നിട്ടുണ്ട്, രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്, അതൊന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. രാജ്യത്ത് എന്തെല്ലാം നല്ല നിയമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നറിയാം, അതൊന്നും നമ്മളറിയില്ല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യില്ല. ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്താഗതിയുമായിട്ട് കുറേ മനുഷ്യരിങ്ങനെ ജീവിക്കുകയാണ്. അവർക്ക് വേറെ പണിയില്ല, ഒരു പണിക്ക് പോവില്ല. ആകെ മൊത്തമുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സമാധികളും അങ്ങനെയുള്ള കുറേ കുതന്ത്രവുമായിട്ട് അതിനെല്ലാം ദൈവത്തെ കൂട്ടുപിടിച്ച്, ശരിക്കും പറഞ്ഞാൽ നാണാവില്ലേ? ദൈവം എവിടെയാണ് എങ്ങനെ പറഞ്ഞിട്ടുള്ള? ആരെങ്കിലും നശിപ്പിക്കാനോ ആരെങ്കിലും കൊല്ലാനോ കൊലവിളിക്കാനോ ദൈവം പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ ദൈവത്തിൻ്റെ പേര് പറയണമെന്ന് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. സത്യം പറഞ്ഞു, ഇതെന്താ മനുഷ്യനിങ്ങനെ ആയി പോകണേ നമ്മൾ തന്നെ ചിന്തിക്കാല്ലേ. നാണക്കേടെ പുറം ലോകത്തേക്ക് ചെന്നിട്ടുണ്ടല്ലോ, വേറെ രാജ്യത്ത് ചെന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെക്കുറിച്ചോ പറയാമെന്നാണോ? ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളം ഏത് രീതിയിലേക്കാണ് പോകുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതുപോലെ അതപ്പതിക്കുന്ന ഒരു സംസ്ഥാനം വേറെയുണ്ട്. ഇതുപോലെ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടേ നമ്മൾ വേറൊരു സംസ്ഥാനത്താണ് നടന്നെങ്കിൽ ഇവിടെ നമ്മൾ മെഴുകുതിരിയും പന്തം കൊളുത്തി പ്രകടനം നടത്തിയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വേറൊരു സംസ്ഥാനത്തായി ഇങ്ങനെയൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തെങ്കിലും നമ്മളെ പ്രബുദ്ധരാകുന്നു, നമ്മളപ്പോഴത്തേനും മുദ്രാവാക്യം വിളിക്കാനിറങ്ങുന്നു, നമ്മൾ രാജ്യത്തിനെതിരായിട്ട് പറയുന്നു, അവിടെ ഭരിക്കുന്നവർക്കെതിരായി പറയുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ എന്താ പറ്റി? ആരും വേണ്ടില്ല, എല്ലാവരും അവൻ പറഞ്ഞു, കുറച്ച് പേരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇരുന്നിങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതിനെയൊക്കെ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആദ്യം വിശ്വാസം നല്ല എന്തും അധികമായാൽ അമൃതാട്ടോ. വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും. വിശ്വാസം ഒത്തിരി കൂടിപ്പോയാലും അതും കുഴപ്പമാണ്. അന്ധവിശ്വാസമാണെങ്കിൽ അതിനെ എതിർത്ത് തന്നെ തോൽപ്പിക്കണം, അല്ലാണ്ട് ഒന്നും ഇത് മാറുമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ, നമ്മളൊരു സ്കൂൾ വിദ്യാഭ്യാസത്തിലോ കോളേജ് വിദ്യാഭ്യാസത്തിലോ നമ്മുടെ കാരണവന്മാരായിട്ടോ നമുക്ക് പറഞ്ഞു തരില്ല. മിക്ക കാരണവന്മാരും പഠിപ്പിച്ചു വയ്ക്കുന്ന അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. എന്തോ ഒരു അന്ധവിശ്വാസങ്ങൾ കേട്ടാണ് നമ്മൾ വളർന്നു പോയേക്കണം. ഒന്ന് ഓർത്തു നോക്കി. ചുമ്മാ സന്ധ്യ സമയത്ത് കറിവേപ്പില പറിക്കരുത്. പക്ഷെ പണ്ട് പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അവർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പേടിപ്പെടുത്തി പറഞ്ഞായിരുന്നു. കട്ടിലയിലിരുന്ന് കാലാട്ടരുതെന്ന് പറഞ്ഞാൽ കോളാമ്പി അടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കിണറിൻ്റെ കരയെ കയറി ഇരുന്നിട്ടുണ്ട്, കിണറിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കിണർ പ്രാകും എന്ന് പറയണം, നിന്റെ കുടുംബം മുടിഞ്ഞു എന്ന് പറയും. കാരണം കിണറ്റിലേക്ക് പോകരുതെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇല്ലേ. രാത്രിയിൽ നഖം വെട്ടരുതെന്ന് പറഞ്ഞു. അതെന്തെന്ന് വെച്ചാൽ കൈയും കാലും മുറിയാൻ രാത്രി, അന്ന് വിളക്കിൻ്റെ വെളിച്ചത്തിലായിരുന്നു കൈയും നഖമൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത്, കാലും ഒക്കെ വെട്ടിക്കൊണ്ടിരുന്നത് അല്ലേ, നഖം. അപ്പം അത് കയറി മുറിയാൻ ബ്ലേഡ് കത്തിയൊക്കെ വെച്ചായിരുന്നു. അപ്പം മുറിയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ സന്ധ്യയ്ക്ക് നഖം വെട്ടരുത് എന്ന് പറഞ്ഞ്. ഇങ്ങനെ ഓരോന്നിനും അവരോരോ ശാസ്ത്രങ്ങളിലൂടെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വിചാരിക്കാം. നമുക്കങ്ങനെ ഊഹിച്ചെടുക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഈ അന്ധവിശ്വാസം എന്താ? ഇന്നിപ്പോൾ കൊലയും എന്ത് നേടാനാണെങ്കിലും ആളെ കൊന്നാൽ മതി എന്നാണ് പറയുന്നത്. ഒരാളെ നരബലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കും. ഇത് കൂട്ട അന്ധവിശ്വാസങ്ങൾ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾ ഓടിപ്പോയി, വീട്ടിൽ അസുഖമായിട്ട് കിടന്ന ആൾ എണീറ്റ് പോയി സമാധിയായി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അതിന് എന്നാ കോഴിപ്പോര് പോലെ എതിർത്ത് നിൽക്കുന്ന കുറച്ച് കുടുംബാംഗങ്ങളും. ഇതെന്താണോ മനസ്സിലാക്കാത്തത്? എല്ലാവരും വിശ്വസിക്കുകയൊന്നുമില്ല കേട്ടോ. കുറച്ച് പൊട്ട ജനങ്ങൾ മാത്രം, പാവങ്ങൾ വിശ്വസിക്കും. അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുക? വിവരമുള്ളവർ വിശ്വസിക്കും ഇങ്ങനെയുള്ള കഥകളൊക്കെ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ വൃദ്ധന്മാരെ കഥ പറഞ്ഞു വന്നപ്പോൾ ഇനി വൃദ്ധന്മാർക്കൊന്ന് സൂക്ഷിച്ചിരുന്നാൽ നല്ലതാണ്. ഇനിയുള്ള കാലത്ത് എന്നെ അവരുടെ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. കാരണം ജനം ഒരു പ്രത്യേക അവസ്ഥയിലാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണെന്ന് ആർക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, നന്ദി.